ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബ്യൂട്ടി ആൻഡ് കുക്കറി ചാനൽ ബാനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആയിട്ടാണ്. കോഫി പുഡിംഗാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ നെസ്കഫേയുടെ കോഫിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് കോഫി പൗഡറും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1 കപ്പ് മിൽക്കാണ്. അതിലേക്കായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പുഡിംഗ് ഈസിയായി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചൂട് പാലിലേക്കാണ് അത് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ എല്ലാം കൂടി സെറ്റായിട്ട് കിട്ടും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കോൺഫ്ലവർ അല്പം പാലിലോ തണുത്ത വെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ്ചർ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോഴും ഞാൻ ആ പാല് ഗ്യാസിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ്ചറും അതുപോലെ തന്നെ കൊക്കോ പൗഡറിൻ്റെ മിക്സ്ചറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം മാത്രമേ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് പാല് ഗ്യാസിലേക്ക് വെച്ച് ചൂടാക്കി തുടങ്ങത്തുള്ളൂ. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പാലിൻ്റെ ആ ഒരു കൂട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് തണുത്ത പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കൊക്കോ പൗഡറിൻ്റെ മിക്സ്ചർ എത്ര തന്നെ ഇളക്കി യോജിപ്പിച്ചാലും ചെറിയ തരികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പുഡിങ്ങും അതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൊക്കോ പൗഡറിൻ്റെ മിക്സ്ചർ ഒരു അരിപ്പിലൂടെ വേണം പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അക്കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പാലിലേക്ക് കൊക്കോ പൗഡറിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കുന്നത്. കോഫി പുഡിങ്ങിന് അതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്രൗൺ കളർ കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ കൊക്കോ പൗഡർ വേണം നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ. നമ്മൾ ആകെ ഈ പുഡിങ്ങിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റിലോ ഒന്നും തന്നെ കയ്പോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കൊക്കോ പൗഡർ മിക്സ്ചർ നന്നായിട്ട് പാലിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 1 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ മിക്സ്ചറും അതുപോലെ തന്നെ കൊക്കോ പൗഡറിൻ്റെ മിക്സ്ചറുമുണ്ട്. കൊക്കോ പൗഡർ 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കോഫി പൗഡർ നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇപ്പോൾ കോഫിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ പുഡിങ്ങിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പാല് ചൂടാക്കി തുടങ്ങി പുഡിങ് ഉണ്ടാക്കുന്ന ആ ടൈമിൽ കോഫി ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആദ്യമേ തന്നെ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം പുഡിങ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ബേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുഡിംഗ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ മിക്സ്ചർ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിം വേണം പുഡിംഗ് ഉണ്ടാക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ടത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈസി ആയിട്ടത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു ക്രീമി
ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനത് തണുക്കാനായിട്ടൊരു 12 മിനിറ്റ് 15 മിനിറ്റ് മാറ്റി വയ്ക്കുന്നു. ഈ ടൈമിൽ ഞാൻ എൻ്റെ പുഡിംഗ് ട്രേയിൽ കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി പുഡിംഗ് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാറ്റാം. പിന്നെ പുഡിംഗ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഫ്രീസർ യൂസ് ചെയ്യാൻ പാടില്ല. ഫ്രീസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തില്ല. ഐസൊക്കെ ഫോം ചെയ്ത് ക്രിസ്റ്റൽസൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും താഴത്തെ ഏതെങ്കിലും ഒരു ട്രെയിലേ വെക്കാറുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പുഡിങ് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ലിഡ് വെച്ച് അടച്ച ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ കൊണ്ടാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചത്. അപ്പോൾ അത്രയും ടൈം തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ് ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ കളറും ആ ബ്രൗണിഷ് ആയിട്ടുള്ള കളറും കോഫിയുടെ ഫ്ലേവറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമ്മുടെ പുഡിങ്ങിനെ ഒന്ന് മനോഹരമാക്കാനായിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ അതിന് മുകളിലായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊക്കോ പൗഡർ കൂടെ ഇടുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ടെക്സ്ചറാണ് കിട്ടുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അത് നമ്മൾ ഏത് നൈഫാണോ യൂസ് ചെയ്യുന്നത് അത് അല്പം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്കൂപ്പ് ചെയ്തും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പം അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം. നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ വായി വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന യമ്മി ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് സെൻഡ് ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആദ്യമേ തന്നെ കിട്ടും. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.